അവർ ചരിത്രമറിയാത്തവരാണ്. കുറ്റിപ്പുറത്ത് മുജാഹിദ് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ സമ്മേളനം നടന്നപ്പോ ഔക്കാദർ കുട്ടി നഹാ സാഹിബ് അവിടെ പോയിട്ട് പ്രസംഗിച്ചു, സുന്നികൾ തൗഹീദിലേക്ക് മടങ്ങി വരിക. ആ സമയത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെയൊക്കെ ആവേശവുമായിരുന്ന മൗലാന KT മാനു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ആ സമയത്ത് അദ്ദേഹം മഹാനായ മാനു മുസ്ലിയാര് നഹാ സാഹിബിന് മറുപടി പറഞ്ഞിട്ട് പറയുന്നുണ്ട്, സുന്നികളെ തൗഹീദ് പഠിപ്പിക്കാൻ ഒരു നഹയും ഇവിടെ വരേണ്ടതില്ല എന്ന് പറഞ്ഞ KT മാനു മുസ്ലിയാരുടെ അനുയായികളാണ് നമ്മൾ. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിന്റെ പതാക കയ്യിൽ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഇത്തരം വഹാബി ആശയങ്ങളെ തുറന്നു നിർത്ത പുളിക്കല് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നടന്നു. സീതി ഹാജി പോയിട്ട് പ്രസംഗിച്ചു, എന്റെ അവസാനത്തെ തുള്ളി രക്തവും ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്ന് പ്രസംഗിച്ച ആ പ്രസിദ്ധമായ സമ്മേളനം നടന്ന, ആ വിവാദപരമായ പ്രസംഗം നടന്ന സമ്മേളനം. അത് കഴിഞ്ഞിട്ട് സുന്നികൾ അവിടെ സമ്മേളനം നടത്തി. മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആ സുന്നി സമ്മേളനം, സീതി ഹാജിയുടെ പ്രസ്താവനയ്ക്കെതിരെ സുന്നികൾ നടത്തിയ സുന്നി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അന്നത്തെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഈ അഹ്ലുസുന്നയുടെ പാരമ്പര്യമാണ്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമാണ്, ഈ പാരസ്പര്യത്തിന്റെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. ഇത് അണമുറയാതെ, ഇത് കെട്ടുപോകാതെ, ഇത് അറ്റുപോകാതെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇമാമിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന ഒരു ദുആ നിരന്തരം ആവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. വെള്ളിയാഴ്ച കേൾക്കുന്ന ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ അസ്ലി അഇമ്മതനാ വ ഉമ്മതനാ വ ഖുലാതനാ വ ഉലാത ഉമൂരിനാ വ ഉലമാഅനാ വ ഫുഖഹാഅനാ. അല്ലാഹുവേ, ഞങ്ങളെ പണ്ഡിതന്മാരെ, ഞങ്ങളെ ഖാലിമാരെ, ഞങ്ങളുടെ നേതൃത്വത്തെ നീ സ്വലാഹിയത്തിന്റെ സുൽഹിന്റെ വഴിയിൽ നീ ചേർക്കണമേ എന്ന നമ്മുടെ ദുആ നിരന്തരം ആവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ്.